ഈ അടുത്തായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ സംഭവിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഒന്ന്, ഏപ്രിൽ 19 തീയതി സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറപ്പെടുവിച്ച ഒരു സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള മുരളി കുന്നംപുറത്ത് അദ്ദേഹത്തിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ പറഞ്ഞ ചില കാര്യങ്ങളും. ഇത് രണ്ടും തമ്മിൽ പ്രത്യക്ഷത്തിൽ കണക്ഷനൊന്നുമില്ലെങ്കിലും ഇന്ന് ഇൻഡസ്ട്രി നേരിടുന്ന ചില പ്രതിസന്ധികളുമായിട്ട് ഇത് ചേർത്ത് വായിക്കാവുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെന്റ് തിയേറ്റർ ഉടമകളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതായത് തിയേറ്റർ റിലീസിന് ശേഷം ഏതാണ്ട് 8 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് 2 മാസം കഴിഞ്ഞിട്ട് സിനിമകൾ OTT പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധമാണ് തിയേറ്ററുകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. എന്നാൽ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ തൂക്കിയെടുത്ത് കളയുന്ന സ്വഭാവം തിയേറ്ററുകാർക്കുള്ളിടത്തോളം കാലം സാമ്പത്തികമായി വിജയം നേടാൻ വലിയ സിനിമകൾ വരെ കഷ്ടപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് സാധ്യമല്ല എന്നാണ് സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. മെയ് മാസം 10 തീയതി നടക്കുന്ന എല്ലാവരും ചേർന്നിട്ടുള്ള മീറ്റിംഗിൽ ഒരു തീരുമാനമെടുക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി മുരളി കുന്നംപുറത്തിന്റെ ആരോപണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുറമെ ഹിറ്റാണ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ നിർമ്മാതാവ് തന്നെയാണ് കണക്കിന്റെ പേപ്പർ കൊണ്ടുവന്ന് 22 കോടി ചെലവായ സിനിമ ആകെ മൊത്തത്തിൽ 6 കോടി രൂപ നഷ്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 8 ആഴ്ച തിയേറ്ററിൽ ഓടിച്ചിട്ട് മാത്രമേ OTTയിൽ കൊടുക്കാൻ പാടുള്ളൂ എന്ന തിയേറ്ററുകളുടെ നിലപാടിനോട് നിർമ്മാതാക്കൾ എതിരെ നിൽക്കുകയും ഹിറ്റാണെന്ന് വിചാരിച്ച പടത്തിന്റെ നിർമ്മാതാവ് തന്നെ ഈ പറയുന്ന വിജയം സിനിമയ്ക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പഴയതുപോലെ ബിസിനസ് നടക്കുന്നില്ല എന്നതാണ്. കൊറോണ കാലഘട്ടത്തിനടുപ്പിച്ച് പുതിയൊരു റവന്യൂ സ്രോതസ് നിർമ്മാതാക്കൾക്ക് മുന്നിൽ തുറന്നു വന്നു. അതായിരുന്നു OTT പ്ലാറ്റ്ഫോമുകൾ. കൊറോണ സമയത്ത് ആളുകൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് കാര്യമായിട്ട് വന്നപ്പോൾ ആ പുതിയ സബ്സ്ക്രൈബർമാർക്ക് ആവശ്യമുള്ള കോണ്ടന്റ് കൊടുക്കുക എന്നത് വലിയ തോതിലുള്ള പർച്ചേസിലേക്ക് നീങ്ങുകയും അന്ന് റിലീസ് പ്രതിസന്ധിയിൽ നിന്ന ഒരുപാട് സിനിമകൾക്ക് നല്ല പണം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ഈ ഒരു റവന്യൂ സ്രോതസ്സിനെ മുതലെടുക്കാനുള്ള നീക്കങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വരികയും OTT പ്ലാറ്റ്ഫോമുകൾക്ക് മലയാളം സിനിമകൾ വാങ്ങുന്നതിൽ താല്പര്യം കുറയുകയും ചെയ്തു. തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക എന്ന രീതിയിലേക്കുള്ള മാറ്റമായിരുന്നു ഇതിൽ ആദ്യം കണ്ടത്. അതിനുശേഷം കൊടുക്കുന്ന തുകയിൽ കുറവ് വന്നു തുടങ്ങി. പിന്നീട് പ്രീ റിലീസ് ബിസിനസ് ഗണ്യമായിട്ട് കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വർഷത്തിൽ 200-നടുത്ത് സിനിമകൾ ഇറക്കുന്ന മലയാളത്തിലെ പല സിനിമകളും ഒരു OTT പ്ലാറ്റ്ഫോമിലും ഉണ്ടാകാത്ത ഒരു സാഹചര്യം വരെ ഒരുപക്ഷെ ഭാവിയിൽ വന്നേക്കാം. ഓൾറെഡി പല സിനിമകളുടെയും അവസ്ഥ അങ്ങനെയാണ്. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം ഇന്ന് ഏത് രീതിയിലുള്ള OTT കച്ചവടമാണ് മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ OTT പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ വാങ്ങുന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തേത് ഔട്ട്റൈറ്റ് ആയിട്ട് സിനിമ വാങ്ങുന്നത്. അതായത് ആ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റുകൾ ഒരു നിശ്ചിത വർഷത്തേക്ക് പ്ലാറ്റ്ഫോമുകൾ ഒരു വലിയ തുക കൊടുത്ത് വാങ്ങുന്ന സാഹചര്യം. കോവിഡിന് ശേഷം തിയേറ്ററുകൾ തുറന്ന ഉടനെ ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് കാരണം നല്ല മാർജിനിൽ ലാഭം നേടിയിട്ടുള്ള സിനിമകളാണ്. ഇനി പറയാൻ പോകുന്ന 2 ബിസിനസ് മോഡലുകൾ കഴിഞ്ഞ 2 വർഷത്തിനടുത്ത് മാത്രമായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തേത് ഹൈബ്രിഡ് മോഡലാണ്. അതായത് ഒരു നിശ്ചിത തുക തീർച്ചയായിട്ടും അതിന്റെ നിർമ്മാതാവിന് ആദ്യമേ കൊടുക്കും. ബാക്കി തുക സിനിമയുടെ പ്ലാറ്റ്ഫോമിലെ പെർഫോമൻസിനെ അനുസരിച്ചിട്ട് പേ പെർ വ്യൂ ആയിട്ടായിരിക്കും കൊടുക്കുക. മൂന്നാമത് വരുന്ന രീതിയാണ് റവന്യൂ ഷെയറിംഗ്. അതായത് സിനിമ OTT പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് ആളുകൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു തുക ഓരോ വ്യക്തി കാണുന്നതിനും നിർമ്മാതാവിന് ലഭിക്കുന്നു. ഇനി നിലവിലെ മലയാള സിനിമയുടെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഔട്ട്റൈറ്റ് ആയിട്ട് പ്രീ റിലീസ് ബിസിനസ് നടക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഒരു സിനിമ ഹിറ്റ് ആവുകയാണെങ്കിൽ ഔട്ട്റൈറ്റ് ബിസിനസ് തരക്കേടില്ലാത്ത എമൗണ്ടുകൾക്ക് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തിറങ്ങിയ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ വാഴ 2 അതിഗംഭീര അഭിപ്രായവും കളക്ഷനും നേടി മുന്നോട്ട് പോവുകയാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടു തുടങ്ങുമ്പോൾ പണ്ട് കാണുന്നത് പോലെ സ്ട്രീമിംഗ് പാർട്ട്ണറിന്റെ പേര് കാണാൻ സാധിക്കുകയില്ല. അതിന് കാരണം റിലീസിന് മുന്നേ ആയിട്ട് സിനിമ ഡിജിറ്റലിൽ കച്ചവടം ചെയ്തു പോയിട്ടില്ല എന്നതാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത്, നിർമ്മാതാക്കളും വിവിധ OTT പ്ലാറ്റ്ഫോമുകളും തമ്മിൽ ചർച്ചകൾ നടക്കും. സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ഒരു ഇടപാടിൽ നിലവിലെ സാഹചര്യത്തിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്കാണ് മേൽക്കൈ. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും തന്നെ ഇതിന്റെ OTT കച്ചവടം നടന്നു കാണും. ഇനി ഒരു സിനിമ വേണ്ടത്ര വിജയമാകുന്നില്ല, 1-ാം ദിവസവും 2-ാം ദിവസവും തണുത്ത പ്രതികരണമാണ് എങ്കിൽ പ്ലാറ്റ്ഫോമുകൾക്ക് എടുക്കാൻ താല്പര്യം കാണില്ല. ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ നിരക്കുകൾ ഓഫർ ചെയ്തുകൊണ്ടായിരിക്കും ആ സിനിമ അവർ വാങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മലയാളം സിനിമയിൽ ഒരു സിനിമയ്ക്ക് നല്ല OTT ബിസിനസ് നടക്കണമെങ്കിൽ തിയേറ്ററിൽ വിജയം കൈവരിക്കുക എന്നത് അത്യാവശ്യമാണ്. വ്യാജമായിട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ കാണിച്ചിട്ടും കാര്യമില്ല. OTT പ്ലാറ്റ്ഫോമുകൾ അവരുടേതായ രീതിയിൽ സിനിമ ഏത് ലെവലിൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എക്കോ പോലെ ഒരു സിനിമ ഇറങ്ങി 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ആയപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു എന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മലയാള സിനിമ
സിനിമയുടെ ഒരു അവസ്ഥ വെച്ച് സാമാന്യം താരമൂല്യമുള്ള ഒരു സിനിമയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു തുക എന്ന് പറയുന്നത് 5 കോടിക്കും 10 കോടിക്കും നടുവിലുള്ള ഏതെങ്കിലും തുകയായിരിക്കും. തരക്കേടില്ല എന്ന അഭിപ്രായവും താരമൂല്യവും ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന എമൗണ്ട് ഒക്കെ ലഭിക്കുന്നത്. താരമൂല്യം കുറഞ്ഞതോ താരങ്ങൾ ഉണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ പ്ലാറ്റ്ഫോമുകളെ സമീപിക്കുമ്പോൾ ഈ പറയുന്ന 5 കോടിക്കും താഴെയുള്ള റേറ്റുകളിലും ഈ അടുത്ത കാലത്തൊക്കെ മലയാള സിനിമയിൽ കച്ചവടം നടന്നിട്ടുണ്ട്. എക്സെപ്ഷണൽ ആയിട്ടുള്ള ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ സൂപ്പർ താര സിനിമ പ്രേക്ഷക പ്രശംസ നേടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ലഭിക്കുന്നതിനും മുകളിലുള്ള ഒരു തുക അത്തരം സിനിമകൾക്ക് ലഭിക്കും. അങ്ങനെ 10 കോടിക്ക് മുകളിൽ കച്ചവടം നടന്നതുപോലത്തെ ഈ അടുത്ത കാലത്തെ 2025 രണ്ടാം പകുതി മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഉള്ള സിനിമകളാണ് ലോക, സർവം മായ, കളങ്കാവൽ, ചത്താപ്പച്ച മുതലായവ. ഒരിടവേളയ്ക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് ഈ അടുത്തായിട്ട് ഒരുപാട് മലയാളം സിനിമകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇതിലെല്ലാ സിനിമകളും വലിയ തുകകൾക്ക് വാങ്ങിയ സിനിമകളല്ല. 5 കോടിക്ക് താഴെ ലഭിച്ച സിനിമകളും ആ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മേൽപ്പറഞ്ഞ കച്ചവട രീതി നെറ്റ്ഫ്ലിക്സ് മാത്രം ചെയ്യുന്ന ഒന്നല്ല. മലയാളം സിനിമകൾ കൂടുതലായിട്ട് വാങ്ങുന്ന ജിയോ ഹോട്ട്സ്റ്റാറും സോണി ലിവും ഒക്കെ സമാനമായ ബിസിനസ് സ്ട്രാറ്റജിയാണ് പിന്തുടരുന്നത്. അതായത് ബോക്സ് ഓഫീസിലെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും അവർ സിനിമകൾക്ക് ഒരു തുക ഓഫർ ചെയ്യുന്നത്. ഗംഭീര വിജയം നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ ശരാശരി കളക്ഷൻ മാത്രം നേടിയ സിനിമകൾക്കൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് OTT പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്ന ഓഫറുകൾ ഗ്രോസ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ പകുതിയോ നെറ്റ് ബോക്സ് ഓഫീസ് കളക്ഷനോ OTT തുകയായിട്ട് കൊടുക്കാമെന്ന രീതിയിലാണ്. അതായത് ആകെ മൊത്തത്തിൽ ആ സിനിമ 5 കോടി രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ പ്ലാറ്റ്ഫോം അതിന് ഒരുപക്ഷെ 2.5 കോടി രൂപ കൊടുക്കും. ഈ ഒരു സമീപനം നന്നാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണ്ടത്ര വിജയം നേടാൻ പറ്റാതെ പോകുന്നത് പോലത്തെ മുഖ്യധാരാ സിനിമകളോടാണ് പൊതുവെ ഉണ്ടാകാറ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഓരോ പ്ലാറ്റ്ഫോമുകളും സിനിമകൾ വാങ്ങുന്നത് എന്ന് നോക്കാം. നെറ്റ്ഫ്ലിക്സ് ഔട്ട്റൈറ്റ് ആയിട്ടാണ് അവർ സിനിമകൾ വാങ്ങുന്നത്. പക്ഷേ ചില സിനിമകൾക്കൊക്കെ വളരെ കുറഞ്ഞ തുകയാണ് കൊടുത്തിട്ടുള്ളത്. സോണി ലിവ് അവരും ഔട്ട്റൈറ്റ് ആയിട്ടാണ് സിനിമകൾ വാങ്ങുന്നത്. അവിടെയും ഈ പറഞ്ഞതുപോലെ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിന് അനുസരിച്ചിട്ടാണ് തുക നിശ്ചയിക്കപ്പെടുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സോണി ലിവിന്റെ കോണ്ടന്റ് ലൈബ്രറി താരതമ്യേന ചെറുതാണ്. ഇനി കാര്യമായിട്ട് സിനിമ വാങ്ങുന്ന നിലവിലെ പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഔട്ട്റൈറ്റ് ആയിട്ടാണ് അവർ വാങ്ങുന്നത്. അതിനൊപ്പം സാറ്റലൈറ്റ് റൈറ്റും കൂടെ അവർ വാങ്ങുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിന് സമാനമായ രീതിയിൽ അവർ വാങ്ങിയിട്ടുള്ള ചില പടങ്ങളൊക്കെ 5 കോടിക്കും താഴെയുള്ള തുകയ്ക്കാണ്. OTT റിലീസിന് ശേഷം പാൻ ഇന്ത്യ അപ്രീസിയേഷൻ ലഭിച്ച സിനിമകളും അത്തരം ഡീലുകളിൽ പെടും. വേണ്ടത്ര രീതിയിൽ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചില്ല എന്നതാണ് അങ്ങനെ കുറഞ്ഞ തുകയ്ക്ക് ഡീല് പോകാനുള്ള കാരണം. ഇവിടെയും നമുക്ക് OTT പ്ലാറ്റ്ഫോമുകൾ പരമാവധി ചെലവ് ചുരുക്കാൻ നോക്കുന്നത് കാണാൻ സാധിക്കും. വളരെ മികച്ച ഡീൽ സ്വന്തമാക്കിയ സിനിമയാണ് ഈ അടുത്ത് വന്ന നിവിൻ പോളി സിനിമയായിട്ടുള്ള സർവം മായ. എന്നാൽ ആ സിനിമയുടെ ഇന്ത്യയിലെ സ്ട്രീമിംഗ് മാത്രമാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പുറമേയുള്ള സ്ട്രീമിംഗ് അവകാശം പോയിട്ടുള്ളത് താരതമ്യേന സബ്സ്ക്രൈബർമാർ കുറവുള്ള മനോരമ മാക്സിനാണ്. ZEE5 കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ചധികം മലയാള സിനിമകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ZEE5. ഹോട്ട്സ്റ്റാറിനെ പോലെ ഔട്ട്റൈറ്റ് ആയിട്ട് OTTയും സാറ്റലൈറ്റ് റൈറ്റും ആണ് അവർ വാങ്ങുന്നത്. താരതമ്യേന കുറഞ്ഞ റേറ്റ് ആണ് അവർ കൊടുക്കുന്നത് എന്നും കേൾക്കുന്നുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സും സോണിയും ഹോട്ട്സ്റ്റാറും ഒന്നും എടുക്കാൻ തയ്യാറാകാത്ത സിനിമകളാകും മിക്കവാറും ZEE5 പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. അതിൽ വരുന്ന സിനിമകൾ മോശമാണ് എന്നതല്ല ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പലപ്പോഴും പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു മന്ത്ലി കോട്ടയുണ്ടാകും. അതിലേക്ക് അവർക്ക് ചെലവാക്കാനാകുന്ന തുകയുമായിട്ട് ചേർന്നു പോകുന്ന സിനിമകളെ അവർ വാങ്ങുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലും മാസത്തിൽ ഒരു മലയാളം സിനിമയെ വരുന്നുള്ളൂ. നെറ്റ്ഫ്ലിക്സ് ഡിസംബർ 31, അതായത് ടെക്നിക്കലി ജനുവരിയിൽ എക്കോ, ഫെബ്രുവരിയിൽ ചത്താപ്പച്ച, മാർച്ചിൽ പെണ്ണും പൊറാട്ടും, മാർച്ച് അവസാനത്തോടെ ഏപ്രിൽ മാസത്തെ കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ മസ്തിഷ്ക മരണവും വന്നു. ഇനി ഹോട്ട്സ്റ്റാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനുവരിയിൽ സർവം മായ, ഫെബ്രുവരിയിൽ റോസ്ലിൻ എന്ന സീരീസ് ആയിരുന്നു മലയാളത്തിൽ നിന്നുള്ള കോണ്ടന്റ്. പിന്നെ വിഷുവിന് സംഭവം എന്ന പടവും 24-ാം തീയതി നിവിൻ പോളിയുടെ പ്രതിച്ഛായ എന്ന സിനിമയുമാണ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ളത്. സോണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള കളങ്കാവലാണ് ജനുവരിയിൽ വന്നത്. ഫെബ്രുവരിയിൽ ബേബി ഗേൾ വന്നു. ഈ വർഷം ഈ 2 സിനിമകൾ മാത്രമാണ് സോണി ലിവിൽ വന്നിട്ടുള്ളത്. മധുവിധു എന്ന സിനിമ പ്രീ റിലീസ് ബിസിനസ് നടത്തിയിട്ടുള്ളത് സോണി ലിവുമായിട്ടാണ്. അതുകൊണ്ട് അത് മെയ് അവസാനം ഒരുപക്ഷെ ആ പ്ലാറ്റ്ഫോമിൽ വന്നേക്കാം. ZEE5ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനുവരിയിൽ ബബ്ബ, ഫെബ്രുവരിയിൽ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്, മാർച്ചിൽ പ്രകമ്പനം, ഏപ്രിലിൽ ആശകൾ 1000, മെയ് മാസത്തിൽ ആട് 3-ാം ഭാഗം ZEE5ൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 31-ന് OTT റിലീസായ എക്കോ അടക്കം ഈ വർഷം ഇന്നേ വരെ ഔട്ട്റൈറ്റ് പണം ലഭിച്ചുകൊണ്ട് റിലീസായിട്ടുള്ള സിനിമകളുടെ എണ്ണം വെറും 14 ആണ്. ഏതാണ്ട് മാസത്തിൽ 1 എന്ന ലെവലിലാണ് ഭൂരിഭാഗം പ്ലാറ്റ്ഫോമുകളും സിനിമകൾ വാങ്ങുന്നത്. ഹൈബ്രിഡ് മോഡലിൽ ഇന്ന് സിനിമകൾ അക്വയർ ചെയ്യുന്ന ഒരേയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൺ നെക്സ്റ്റ് ആണ്. നിലവിൽ അവർ അക്വയറിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. സൺ നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടി എമൗണ്ട് അവർ കൊടുക്കാൻ തയ്യാറാണ്. അത് പക്ഷേ വെറും ലക്ഷങ്ങളിലായിരിക്കും ഉണ്ടാകുക. 10 ലക്ഷമോ 20 ലക്ഷമോ പോലെ.
ഒരു കുറഞ്ഞ സമയത്തേക്ക്, അത് ചിലപ്പോൾ 1-2 ആഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസമായിരിക്കാം, സൺ നെക്സ്റ്റ് എന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും സിനിമ വരിക. അതിനുശേഷം നിർമ്മാതാക്കൾക്ക് പേപ്പർ വ്യൂ രീതിയിലായിരിക്കും പ്രോഫിറ്റ് ലഭിക്കുക. ആ ഒരു കാലയളവിൽ അവർക്ക് സിനിമ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചില സിനിമകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും അഭിനയിച്ച മിണ്ടിയും പറഞ്ഞും, റോഷൻ മാത്യു, സെറിൻ ഷിഹാബ് എന്നിവർ ഉണ്ടായിരുന്ന ഇത്തിരി നേരം മുതലായ സിനിമകൾ ആദ്യം സൺ നെക്സ്റ്റിൽ വരികയും പിന്നീട് ആമസോൺ പ്രൈം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അറിയാൻ സാധിച്ചത്, ഏതെങ്കിലും സിനിമ 1-2 മാസമായിട്ട് ആരും കാണുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ആ പടം പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യും എന്നൊരു ക്ലോസ് ഇപ്പോൾ OTT കരാറിൽ സൺ നെക്സ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വെക്കുന്നുണ്ട് എന്നാണ്. ഇനി വരുന്നതാണ് റവന്യൂ ഷെയറിംഗ് പരിപാടി. ആർക്കെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലിസ്റ്റിൽ ആമസോൺ പ്രൈം എന്തുകൊണ്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരേയൊരു കാരണം, ആവേശത്തിന് ശേഷം ഒരു സിനിമ പോലും ആമസോൺ പ്രൈം എന്ന പ്ലാറ്റ്ഫോം മലയാളത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടില്ല എന്നതാണ്. നമ്മൾ കണ്ടിട്ടുള്ള ആമസോൺ പ്രൈമിൽ വന്നിട്ടുള്ള മലയാള സിനിമകളെല്ലാം തന്നെ പേപ്പർ വ്യൂ എന്ന സ്കീമിലാണ് വന്നിരിക്കുന്നത്. ആമസോൺ പ്രൈം കൊടുക്കുന്ന മണിക്കൂറിന്റെ റേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതാണ്. മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അവർ 2023 കാലഘട്ടത്തിലൊക്കെ ചില സിനിമകൾക്ക് 12 രൂപയൊക്കെ നിർമ്മാതാവിന് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മിനിമം 20 മിനിറ്റ് കണ്ടാലാണ് ഒരു വ്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അത്തരത്തിൽ ഒരു വ്യൂവിന് 12 രൂപ കൊടുത്തിരുന്നു ആദ്യം. എന്നാൽ പിന്നീട് അത് പെർ വ്യൂ 8 രൂപയായി കുറഞ്ഞു. 2024 സമയമൊക്കെ ആയപ്പോഴേക്കും അന്നത്തെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത സിനിമകൾക്ക് പോലും മണിക്കൂറിന് 4 രൂപ എന്ന നിലയിലേക്ക് റേറ്റ് കുറഞ്ഞു. ഇന്ന്, അതായത് 2026 ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, മണിക്കൂറിന് 2 രൂപ എന്ന നിലയിലേക്കാണ് നിർമ്മാതാവിന് പൈസ കിട്ടുന്നത് എന്നാണ്. പിന്നെ ഈ പണമൊക്കെ നിർമ്മാതാവിന് കയ്യിൽ കിട്ടുന്നത് ഹാഫ് ഇയർലി, ക്വാർട്ടേർലി ഒക്കെ ആയിട്ടാണ്. മിനിമം ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാലുള്ള പേപ്പർ വ്യൂ മോഡലിൽ സൺ നെക്സ്റ്റ് ഒരു ഘട്ടത്തിൽ ഒരു സിനിമയ്ക്ക് 10 രൂപ എന്ന രീതിയിൽ കൊടുത്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആമസോൺ പോലെ ഒരു വലിയ കമ്പനി പോലും 2 രൂപയിലേക്ക് താഴ്ന്ന സ്ഥിതിക്ക് സൺ നെക്സ്റ്റ് സമാനമായ റേറ്റുകളിലേക്ക് മാറിയിട്ടുണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. മനോരമ മാക്സ് എന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും ഇന്ന് മലയാളികൾ കുറെ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. പക്ഷേ അവരുടെ കോണ്ടന്റ് ലൈബ്രറിയുടെ ഒരു നിലവാരം നോക്കുമ്പോൾ ബോക്സ് ഓഫീസ് പെർഫോമൻസ് മോശമായിട്ടുള്ള സിനിമകളാണ് അധികവുമുള്ളത്. വർഷത്തിൽ തന്നെ 4-5 സിനിമകൾ മാത്രമാണ് മനോരമ മാക്സ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഔട്ട്റൈറ്റ് ആയിട്ട് വാങ്ങുന്നത്. അതും 5 കോടിക്ക് താഴെയുള്ള റേറ്റിൽ. അതുതന്നെ ഈ വർഷം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ 4-5 സിനിമകൾ കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുന്ന എല്ലാ സിനിമകളും പേപ്പർ വ്യൂ രീതിയിലാണ് കച്ചവടം നടക്കുന്നത്. ആമസോൺ പ്രൈം കൊടുക്കുന്നതിന് സമാനമായതോ സ്വല്പം കൂടുതലോ ആണ് അവർ മണിക്കൂറിന് പണം ഓഫർ ചെയ്യുന്നതെങ്കിലും സബ്സ്ക്രൈബർമാർ വളരെ കുറവായതുകൊണ്ട് നിർമ്മാതാക്കൾക്ക് അതിൽ നിന്ന് വലിയ ലാഭം ലഭിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ആമസോൺ പ്രൈം, സൺ നെക്സ്റ്റ്, മനോരമ മാക്സ് മുതലായ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രൊമോഷനുകൾ OTT റിലീസിന് ശേഷം നമ്മൾ കാണുന്നത്. കാരണം നിർമ്മാതാവിന് എന്തെങ്കിലും പണം ലഭിക്കണമെങ്കിൽ OTTയിൽ ആളുകൾ സിനിമ കാണുക തന്നെ വേണം. ഇങ്ങനെയൊന്നുമല്ലാതെ ഒരേ സമയം ഒന്നിലധികം OTT പ്ലാറ്റ്ഫോമുകളിൽ പേപ്പർ വ്യൂ രീതിയിൽ സിനിമകൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേക്കുള്ള ഏറ്റവും പുതിയ ഉദാഹരണം ജിത്തു ജോസഫിന്റെ അവസാനം റിലീസായിട്ടുള്ള സിനിമയായിട്ടുള്ള വലതുവശത്തെ കള്ളനാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഷെമാറു, AP ഇന്റർനാഷണൽ, വിസ്റ്റ ഇന്ത്യ എന്നിങ്ങനെയൊക്കെയുള്ള അഗ്രിഗേറ്റർമാർ ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. ലോക, ചത്താപ്പച്ച മുതലായ സിനിമകൾക്ക് അഗ്രിഗേറ്റർമാർ ഉള്ളതുകൊണ്ട് മികച്ച ഡീൽ OTT പ്ലാറ്റ്ഫോമുകളുമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് അഗ്രിഗേറ്റർമാർ ആദ്യമേ തന്നെ ഒരു തുകയ്ക്ക് നിർമ്മാതാവിൽ നിന്ന് ഇതിന്റെ ഡിജിറ്റൽ അവകാശം വാങ്ങുന്നു. പിന്നീട് അവർ അത് ലാഭകരമായ നിരക്കിൽ പല സ്ഥലത്തും വിൽക്കുന്നു. അഗ്രിഗേറ്റർമാരെ സിനിമ ഏൽപ്പിക്കുമ്പോൾ ഉള്ള ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ OTTയിലേക്ക് അയക്കുമ്പോൾ നടത്തേണ്ട ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കുകൾ, മെറ്റാഡാറ്റ മുതലായ കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്തുകൊള്ളും. പിന്നെ അവർക്ക് പ്ലാറ്റ്ഫോമുകളുമായിട്ട് ഓൾറെഡി ബിസിനസ് ബന്ധമുള്ളതുകൊണ്ട് ഒരു സിനിമ പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറിനേക്കാൾ എളുപ്പമായിരിക്കും. സിനിമകൾക്ക് ഇന്ന് റവന്യൂ നേടാൻ പല ചെറിയ ചെറിയ മാർഗങ്ങളുണ്ട്. അതായത് നമുക്കൊരു പരിചയമില്ലാത്ത ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷയിലേക്കുള്ള ഡബ്ബിങ്, പിന്നെ പല എയർലൈൻ സർവീസുകളിൽ അവരുടെ പ്ലെയിനുകളിൽ ഈ സിനിമ പ്ലേ ചെയ്യാനുള്ള റൈറ്റ്, ഏതെങ്കിലും ലൈബ്രറിയിൽ ഈ സിനിമ സ്ക്രീൻ ചെയ്യാനുള്ള റൈറ്റ്, ചെറുതായിട്ടുള്ള സ്ക്രീനിങ്ങുകൾ, അങ്ങനെ പല രീതിയിൽ ചെറിയ എമൗണ്ടുകൾ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളൊരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഫോർമാലിറ്റികളും കാര്യങ്ങളും നമുക്ക് അറിവുണ്ടാകില്ല. പക്ഷെ ഒരു അഗ്രിഗേറ്ററിന് ഈ മാർഗങ്ങളിലൂടെ എല്ലാം പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അഗ്രിഗേറ്റർമാർ ചൂഷണം ചെയ്യുന്ന സാഹചര്യം വരുന്നത് നമ്മൾ പറയുന്ന പേപ്പർ വ്യൂ സെറ്റപ്പിലാണ്. നിങ്ങളൊരു സിനിമ എടുത്തു, അത് വലിയ വിജയമൊന്നും നേടിയില്ല.
നിങ്ങൾക്ക് ആ സിനിമ ആമസോൺ പ്രൈമിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ യൂട്യൂബ് പോലെ ആർക്കും പോയിട്ട് അപ്ലോഡ് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ അല്ല ആമസോൺ പ്രൈമിലുള്ളത്. നമുക്ക് ഒരു ഡാഷ്ബോർഡ് അവർ തരണമെങ്കിൽ നമ്മുടെ സിനിമയുടെ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ അത് കണ്ട് അവർ താല്പര്യപ്പെടുന്ന ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ട് എന്ന് അവിടെ നിന്ന് ഒരാൾ കണ്ട് തീരുമാനിച്ചാലേ നമുക്ക് സിനിമ അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ. ദിവസവും ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ നമ്മളൊരു പുതിയ സംവിധായകനോ നിർമ്മാതാവോ ആണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുക എന്ന് പറയുന്നത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അഗ്രിഗേറ്റർമാരുടെ സഹായം തേടുന്നത് നല്ലതാണ്. അഗ്രിഗേറ്റർമാർക്ക് ഓൾറെഡി ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും. അവർക്ക് പ്ലാറ്റ്ഫോമിലെ ഇതുമായി ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഒരു അപ്രൂവൽ വാങ്ങിയെടുക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിർമ്മാതാവിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മണിക്കൂറിന് 2 രൂപ എന്ന ലെവലിൽ കിട്ടുന്ന ശുഷ്കമായിട്ടുള്ള റവന്യൂ ഈ പറയുന്ന അഗ്രിഗേറ്റർമാരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഷെയർ ചെയ്യേണ്ടി വരും. അതായത് മൊത്തത്തിൽ കിട്ടുന്ന പൈസയുടെ ഒരു നിശ്ചിത ശതമാനം അഗ്രിഗേറ്റർമാർക്ക് അവസാനം കൊടുക്കേണ്ടി വരും. തങ്ങളുടെ സെർവർ സ്പേസ് ഒരു ചവറ്റുകൊട്ട പോലെ ട്രീറ്റ് ചെയ്യാൻ ഇന്ന് ഒരു OTT പ്ലാറ്റ്ഫോമും താല്പര്യപ്പെടുന്നില്ല. സിനിമയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമയെ ചുറ്റിപ്പറ്റി മൊത്തത്തിൽ ഒരു ചർച്ച നടക്കുന്നത് ഒക്കെ നിലവിലെ സാഹചര്യത്തിൽ ഒരു സിനിമയുടെ OTT വിൽപ്പനയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ അടുത്ത് OTTകളെ കുറിച്ച് നടത്തിയ ഒരു സംവാദത്തിൽ നിർമ്മാതാവായിട്ടുള്ള വിജയ് ബാബു തന്നെ പറയുകയുണ്ടായി, ഇന്ന് OTT ബിസിനസ് നടക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന്. മലയാളത്തിലേക്ക് വരുന്ന പല നിർമ്മാതാക്കൾക്കും ഈ പ്രതിസന്ധിയുടെ ഒരു ആഴം വലിയ രീതിയിൽ അറിയില്ല എന്നും പുള്ളി അതിൽ പറയുന്നുണ്ട്. സിനിമ നിർമ്മിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയല്ല ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ടേബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് വലിയ ധാരണയില്ലാത്ത നിർമ്മാതാക്കളെ പറ്റിക്കുന്ന ഒരു വിഭാഗം ഇന്ന് മലയാള സിനിമയിലുണ്ട്. താരങ്ങളുള്ളത് കൊണ്ട് മാത്രം മലയാളത്തിൽ സിനിമകൾ വിജയിക്കില്ല. കഥയും തിരക്കഥയും തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. വലിയ താരങ്ങൾ ഉണ്ടായിട്ട് പോലും OTTയിൽ എത്താത്ത സിനിമകൾ ഇന്ന് മലയാളത്തിലുണ്ട്. താരതമ്യേന ചുരുങ്ങിയ നിർമ്മാണ ചെലവിൽ ഉണ്ടാക്കിയ വലിയ താരങ്ങൾ ഇല്ലാതെ വന്ന എക്കോ എന്ന സിനിമ തിയേറ്റർ ബിസിനസ്സിലൂടെയും OTT ബിസിനസ്സിലൂടെയും നല്ല ലാഭം നേടിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർമാരായിട്ടുള്ളവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് വിപിൻ ദാസ് നിർമ്മാണവും രചനയും നടത്തിയ വാഴ 2 വലിയ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വിജയമായതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായ OTT ഡീല് ആ സിനിമ നേടിയെടുക്കും. മോഹിനിയാട്ടത്തിനും സമാനമായ അവസരമുണ്ട്. കഥയും തിരക്കഥയും വായിച്ച് നിശ്ചിതമായ ബഡ്ജറ്റിംഗ് നടത്തി അതിൽ കാര്യങ്ങൾ തീരുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ സിനിമ നിർമ്മിച്ചില്ലെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ ഇന്ന് മലയാള സിനിമയിൽ വളരെ കുറവാണ് എന്ന യാഥാർത്ഥ്യം പണം മുടക്കാൻ വരുന്ന നിർമ്മാതാക്കൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ തന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്യുക. താങ്ക്